മാമ, ഇത് അമ്പലമല്ലേ? ഇവിടെ മൂത്രമൊഴിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചൊരു 15 വയസ്സുകാരൻ. അവന്റെ ചോദ്യം പ്രിയരഞ്ജനോടായിരുന്നു. ആദിശേഖർ എന്ന ആ കുട്ടിയുടെ നിഷ്കളങ്കമായൊരു ചോദ്യം പ്രിയരഞ്ജന്റെ മനസ്സിൽ വലിയ പകയായി വളർന്നു. മാസങ്ങൾക്കിപ്പുറവും മനസ്സിൽ കൊണ്ടു നടന്ന ആ വൈരാഗ്യം പ്രിയരഞ്ജന്റെ ഇലക്ട്രിക് കാറിന്റെ രൂപത്തിൽ ആദിശേഖറിന്റെ ജീവനെടുത്തു. സമീപ ദിവസമാണ് കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച ആദിശേഖർ കൊലക്കേസിൽ കോടതി വിധിയുണ്ടായത്. നാലാഞ്ചിറ സ്വദേശിയായ പ്രിയരഞ്ജന് ജീവപര്യന്തം കഠിന തടവും 10 ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു. കാട്ടാക്കട വീരണക്കാവ് പൂവച്ചൽ അരുൺകുമാർ ദീപ ദമ്പതികളുടെ മകനായിരുന്നു 10ാം ക്ലാസ്സുകാരനായ ആദിശേഖർ. പഠനത്തിലും മിടുക്കൻ. 2023 ഓഗസ്റ്റ് 30 വൈകിട്ടാണ് വീടിന് സമീപത്തെ പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്ര റോഡിൽ വെച്ച് ആദിശേഖർ കാറിടിച്ച് മരണപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ സ്വാഭാവികമായ അപകട മരണമായി പോലീസും ഈ സംഭവത്തെ വിലയിരുത്തി. എന്നാൽ കുട്ടിയുടെ ചെറിയമ്മ പോലീസിനൊരു മൊഴി നൽകി. അതിനു പിന്നാലെ പോയ പോലീസിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അതൊരു അപകട മരണമല്ല. മാസങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന പക വളരെ ആസൂത്രിതമായി തീർത്ത പ്രിയരഞ്ജന്റെ പദ്ധതിയായിരുന്നുവെല്ലാം. ക്ഷേത്ര ഗ്രൗണ്ടിൽ കളി കഴിഞ്ഞു മടങ്ങി വരുന്ന ആദിയുടെ ജീവനെടുക്കാൻ പ്രതികാര ബുദ്ധിയോടെ പ്രിയരഞ്ജൻ അരമണിക്കൂറോളം തൻ്റെ ഇലക്ട്രിക് കാറിൽ കാത്തിരുന്നു. പിന്നീട് തക്ക സമയം ഒത്തുവന്നപ്പോൾ സൈക്കിളിൽ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയ ആ 15-കാരനെ KL 19N 6957 എന്ന തൻ്റെ ഇലക്ട്രിക് വാഹനം ഉപയോഗിച്ച് ഇടിച്ചു തെറിപ്പിച്ചു. 2023 ഏപ്രിൽ 19 പ്രിയരഞ്ജൻ പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്ര മതിലിൽ മൂത്രമൊഴിക്കുന്നത് ആദിശേഖർ ചോദ്യം ചെയ്തിരുന്നു. ഈ വിരോധം മനസ്സിൽ സൂക്ഷിച്ച പ്രതി മെയ് 7 പാൽ വാങ്ങി വീട്ടിലേക്ക് പോകുകയായിരുന്ന ആദിശേഖറിനെ വഴിയിൽ തടഞ്ഞുവെച്ച് കൈ പിടിച്ച് തിരിച്ചു. ഈ സംഭവം കുട്ടിയുടെ പിതാവായ അരുൺകുമാറിന്റെ ഇളയമ്മ ലതാകുമാരി കാണുകയും പ്രിയരഞ്ജനോട് ക്ഷോഭിക്കുകയും ചെയ്തു. സംഭവം വീട്ടിൽ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കരുതെന്ന് ആദിശേഖർ ലതാകുമാരിയോട് പറഞ്ഞിരുന്നു. മാസങ്ങൾക്ക് ശേഷം പ്രിയരഞ്ജന്റെ കാർ ഇടിച്ചാണ് ആദിശേഖർ മരിച്ചതെന്ന് തെളിഞ്ഞതോടെയാണ് യാദൃശ്ചികമെന്ന് കരുതിയ ആ സംഭവം ലതാകുമാരി പുറത്തു പറഞ്ഞത്. പ്രതിക്ക് കുട്ടിയോട് മുൻവൈരാഗ്യമുണ്ടായിരുന്നുവെന്നതിൻ്റെ സുപ്രധാന തെളിവായി ആ മൊഴി മാറി. 2023 ഏപ്രിൽ 19 ഈ സംഭവം ഉണ്ടായതെന്ന് ആദിശേഖറിന്റെ അച്ഛൻ അരുൺകുമാർ ഓർമ്മിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അന്ന് ആദിശേഖറിന്റെ അമ്മ ദീപയുടെ പിറന്നാളായിരുന്നു. ദീപയും അരുണും കൂടി വൈകിട്ട് ക്ഷേത്രത്തിൽ പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ആദിശേഖർ വീട്ടിൽ വന്ന് സംഭവം പറഞ്ഞത്. തുടർന്ന് ഓഗസ്റ്റ് 30 വൈകിട്ട് റോഡിൽ ഏറെ നേരം കാത്തുനിന്ന പ്രിയരഞ്ജൻ ഫുട്ബോൾ കളി കഴിഞ്ഞ് സൈക്കിളിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ആദിശേഖറിനെ തൻ്റെ കാർ അമിത വേഗത്തിൽ ഓടിച്ചു കയറ്റി കൊല്ലുകയായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. കേസിൽ ഏറ്റവും നിർണായകമായത് പോലീസ് കണ്ടെടുത്ത CCTV ദൃശ്യങ്ങളായിരുന്നു. സമീപത്തെ പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങൾ തുറന്ന കോടതിയിൽ വീഡിയോ പ്രദർശിപ്പിച്ച് തെളിവെടുത്തിരുന്നു. ആ ദൃശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഏതൊരാൾക്കും ചില കാര്യങ്ങൾ മനസ്സിലാകും. അതൊരു ആസൂത്രിത കൊലപാതകമെന്നുള്ളതിൻ്റെ തെളിവും ആ CCTV ദൃശ്യങ്ങൾ തന്നെയായിരുന്നു. അതിന് 2 കാരണങ്ങളുണ്ട്. ആദിശേഖറിന് തൊട്ടരികിലുണ്ടായിരുന്ന മറ്റൊരു കുട്ടിയെ ഇടിക്കാതിരിക്കാൻ കണക്ക് കൂട്ടിയുള്ളതായിരുന്നു വാഹനത്തിൻ്റെ പോക്ക്. 2, അപകടം അറിയാതെ സംഭവിച്ചാൽ അപകടമുണ്ടായെന്ന് തിരിച്ചറിഞ്ഞ തൊട്ടടുത്ത നിമിഷം വാഹനം വെട്ടിച്ച് തിരിക്കുവാനോ നിർത്തുവാനോ ഏതൊരാളും ശ്രമിക്കും. എന്നാൽ ഇത് രണ്ടും പ്രിയരഞ്ജൻ ചെയ്തില്ല. അതേ ദിശയിൽ വാഹനം അതേ വേഗത്തിൽ നിർത്താതെ ഓടിച്ചു പോയി. CCTV ദൃശ്യങ്ങളെ ദൈവത്തിൻ്റെ 3ാം കണ്ണെന്നാണ് ആദിയുടെ പിതാവ് വിധിക്ക് പിന്നാലെ നടത്തിയ മാധ്യമ പ്രതികരണത്തിലും വിശേഷിപ്പിച്ചത്. പോലീസ് പിടിച്ചാലും സാങ്കേതിക തകരാർ മൂലം സംഭവിച്ച അപകടമെന്ന് വാദിക്കണമെന്ന കണക്കുകൂട്ടലും പ്രതിക്കുണ്ടായിരുന്നു. കേസിൽ പിടിയിലാകുമ്പോൾ സാങ്കേതിക തകരാർ മൂലം സ്വയം നീങ്ങിയ കാറിന്റെ ബ്രേക്കിൽ ചവിട്ടിയപ്പോൾ കാൽ മാറി ആക്സിലറേറ്ററിലായതാണെന്ന നുണയാണ് പ്രിയരഞ്ജൻ പോലീസിനോട് പറഞ്ഞത്. ഇതാണ് അപകട കാരണമെന്ന പ്രതിഭാഗം വാദം കോടതി അംഗീകരിച്ചില്ല. 2023 ഓഗസ്റ്റ് 30 ആദിശേഖറിനെ സുഹൃത്തുക്കൾക്ക് മുന്നിൽ വെച്ചാണ് പ്രിയരഞ്ജൻ കാർ ഇടിപ്പിച്ചത്. ക്ഷേത്രത്തിന് സമീപത്തെ റോഡിൽ സൈക്കിളിൽ കയറാൻ ആദിശേഖർ ശ്രമിക്കുന്നതിനിടയിൽ പിന്നിലൂടെ കാറിലെത്തിയ പ്രതി ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു. അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനാണ് ആദ്യം കേസെടുത്തത്. കുട്ടിയുടെ ബന്ധുക്കൾ നൽകിയ മൊഴിയും CCTV ദൃശ്യങ്ങളുമാണ് ആസൂത്രിത കൊലപാതകമാണെന്ന് തിരിച്ചറിയാൻ കാരണമായത്. സംഭവത്തിനു ശേഷം കാർ ഉപേക്ഷിച്ച് കുടുംബവുമായി തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രിയരഞ്ജനെ കാട്ടാക്കട സ്റ്റേഷൻ ഹൗസ് ഓഫീസർ D ശിവകുമാറിന്റെ നേതൃത്വത്തിലാണ് കന്യാകുമാരി കുഴിത്തുറയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ക്ഷേത്ര മൈതാനത്തെ ഫുട്ബോൾ കളി കഴിഞ്ഞ് സുഹൃത്തിനൊപ്പം ആദിശേഖർ സൈക്കിളിൽ കയറാൻ ഒരുങ്ങുമ്പോൾ അരമണിക്കൂറോളം കാത്തുകിടന്ന പ്രതി കാർ അതിവേഗം മുന്നോട്ടെടുത്ത് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. കുട്ടിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കുകയും ചെയ്തു.
ആദിശേഖറിനൊപ്പം ഉണ്ടായിരുന്ന 11 വയസ്സുകാരൻ ക്ഷേത്രമതിലിനുള്ളിലേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾക്ക് പുറമെ സുഹൃത്തായ കുട്ടി ഉൾപ്പെടെയുള്ളവരുടെ സാക്ഷിമൊഴികളും കേസിൽ നിർണായകമായി. ആദിശേഖറിനൊപ്പം ഫുട്ബോൾ കളിക്കാനുണ്ടായിരുന്ന നീരജ്, അച്ചു, അഭിജയ് എന്നിവരെ ദൃക്സാക്ഷികളായി കോടതി വിസ്തരിച്ചിരുന്നു. കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ SHO ശിവകുമാറാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ, ടോണി ജെ സാം എന്നിവരും ഹാജരായി. ഈ കേസ് ആദ്യം ഒരു വാഹനാപകടം എന്ന തരത്തിലാണ് പോലീസ് രജിസ്റ്റർ ചെയ്തതും. എന്നാൽ പിന്നീട് കൃത്യമായ തെളിവുകൾ ശേഖരിച്ചതിനാലാണ് കൊലപാതകമെന്ന് തെളിയിക്കാനായതെന്നും VS വിനീത് കുമാർ കോടതിയിൽ പറഞ്ഞു. മറുവശത്ത് ആദിശേഖർ കാറിടിച്ച് മരിച്ച കേസിൽ പ്രതിയായ പ്രിയരഞ്ജന് മുൻവൈരാഗ്യമുണ്ടെന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം തെളിയിക്കാനായില്ലെന്ന് പ്രതിഭാഗം പ്രതികരിച്ചു. കൊലപാതകം നടത്തുന്നതിനുള്ള പ്രേരണയോ ഉദ്ദേശമോ ഉണ്ടെന്ന് വിധിന്യായത്തിൽ പറയുന്നില്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ മനു S കുമാർ പറഞ്ഞു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് സാധാരണ ഇത്തരം കേസുകളിൽ കണ്ടെത്താറുള്ളത്. അതിനാൽ ഒരു അപകട മരണത്തെ കൊലപാതകമായി കണ്ട് ശിക്ഷ വിധിച്ചതിൽ അപാകതയുണ്ടെന്നും വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. കേസിൽ നാലാഞ്ചിറ സ്വദേശിയായ പ്രിയരഞ്ജന് ജീവപര്യന്തം കഠിന തടവും 10 ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു. പിഴയൊടുക്കിയില്ലെങ്കിൽ പ്രതി 1 വർഷം അധിക തടവ് അനുഭവിക്കണം. പിഴത്തുക ആദിശേഖറിന്റെ മാതാപിതാക്കളായ അരുൺകുമാറിനും ദീപയ്ക്കും നൽകാനും കോടതി നിർദ്ദേശിച്ചു. 6ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി K വിഷ്ണുവാണ് ശിക്ഷ വിധിച്ചത്. ഇലക്ട്രിക് വാഹനത്തിന്റെ സാങ്കേതിക പ്രശ്നം CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. കാർ മുന്നോട്ടെടുക്കുമ്പോൾ അപകടമുണ്ടാകുമെന്ന അറിവ് ഡ്രൈവറായ പ്രിയരഞ്ജൻ ഉണ്ടായിരുന്നുവെന്ന് മാത്രമാണ് കോടതി വിധിയിലും പറയുന്നത്. സംഭവം നടന്ന 2ാം ദിവസം വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ ഭാര്യയ്ക്കൊപ്പം പ്രിയരഞ്ജൻ ആദ്യം മൈസൂരുവിലും പിന്നീട് തമിഴ്നാട്ടിലുമായിരുന്നു. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ അരുമന, ദേവിയോട് പ്രദേശങ്ങളിലായിരുന്നു താമസം. സംഭവം നടന്ന് 12ാം ദിവസമായിരുന്നു പ്രതിയുടെ അറസ്റ്റ്. കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണെന്ന് കണ്ടെത്തിയതായി പോലീസ് കോടതിയിൽ അറിയിച്ചിരുന്നു. ആദിശേഖറിനോട് മുൻവൈരാഗ്യമുള്ള പ്രിയരഞ്ജൻ കൊല്ലണമെന്ന് കരുതി കാത്തുനിന്ന് കുട്ടിയെ ലക്ഷ്യം വെച്ച് വണ്ടി ഇടിപ്പിക്കുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതായി പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി. അതേസമയം ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുകയാണെന്നും അവരുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് കാർ മുന്നോട്ടെടുത്തപ്പോൾ സൈക്കിളിൽ ഇടിച്ചതാണെന്നും പ്രിയരഞ്ജൻ വാദിച്ചു. പുതിയ ഇലക്ട്രിക് കാറായിരുന്നതിനാൽ പരിചയക്കുറവുണ്ടായിരുന്നു. തനിക്കെതിരെ കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്നും ഹർജിയിൽ പ്രതി വാദിച്ചിരുന്നു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ 30 സാക്ഷികളെയും 43 രേഖകളുടെയും 11 തൊണ്ടിമുതലുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു കോടതി ശിക്ഷ വിധിച്ചത്. സംഭവ ദിവസം ക്ഷേത്ര ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളി കഴിഞ്ഞ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിന്റെ മുറിയിൽ ഫുട്ബോൾ വെച്ച ശേഷം തിരികെ സൈക്കിളിൽ കയറിയ സമയം കാർ പാർക്ക് ചെയ്ത് കാത്തു നിൽക്കുകയായിരുന്നു പ്രിയരഞ്ജൻ. കുട്ടി സൈക്കിൾ ചവിട്ടാൻ തുടങ്ങിയതും അമിത വേഗത്തിൽ കുട്ടിയുടെ നേർക്ക് കാർ ഓടിച്ച് കയറ്റിയാണ് കൊലപ്പെടുത്തിയത്. രക്തത്തിൽ കുളിച്ചു കിടന്ന ആദിയെ താനും കൂടിച്ചേർന്നാണ് പുറകെ വന്ന കാറിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയതെന്ന് ദൃക്സാക്ഷിയായ കുട്ടി വിശദീകരിച്ച് മൊഴി നൽകിയിരുന്നു. ആദിശേഖർ അന്നേ ദിവസം ഉപയോഗിച്ചിരുന്ന സൈക്കിളും പ്രതികൃത്യത്തിന് ഉപയോഗിച്ച കാറും സാക്ഷികൾ തിരിച്ചറിഞ്ഞു. ക്ഷേത്രനട തുറന്നതിനാൽ മുതിർന്നവർ പറഞ്ഞതിനാലാണ് തളം കെട്ടിക്കിടന്ന രക്തം വെള്ളമൊഴിച്ച് കഴുകിക്കളഞ്ഞതെന്ന് മറ്റൊരു കുട്ടി കോടതിയിൽ മൊഴി നൽകിയിരുന്നു. സാങ്കേതിക തകരാർ മൂലം കാർ തനിയെ നീങ്ങി ബ്രേക്കിനു പകരം ആക്സിലേറ്റർ ചവിട്ടിയെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചത്. എന്നാൽ പ്രതി ബോധപൂർവമാണ് ഈ ഹീനമായ കൃത്യം ചെയ്തതെന്നും യാതൊരുവിധ യന്ത്ര തകരാറും വാഹനത്തിലില്ല എന്നും പ്രതി കൃത്യത്തിനു ശേഷം വാഹനം ഓടിച്ചിരുന്നതായി കോടതിയിൽ തെളിവ് വന്നിട്ടുണ്ടെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു. നിസ്സാരമായ വിഷയത്തിന്റെ പേരിൽ കുട്ടിയോട് പ്രിയരഞ്ജൻ വലിയ പക വെച്ച് പുലർത്തിയെന്ന കാര്യം ഞെട്ടലോടെയാണ് നാട്ടുകാരും കേട്ടത്. പൂവച്ചൽ സ്വദേശിയാണ് പ്രതിയായ പ്രിയരഞ്ജൻ. വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഇയാൾ ഓണം പ്രമാണിച്ചാണ് നാട്ടിലേക്ക് വന്നത്. കാട്ടാക്കട ചിന്മയ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു കൊല്ലപ്പെട്ട ആദിശേഖർ. സഹപാഠിമാരുടെയും അധ്യാപകരുടെയും പ്രിയപ്പെട്ട ആദി സ്കൂളിലെ മത്സരങ്ങളിലെല്ലാം ഒന്നാമനായിരുന്നു. അഭിനയം ഇഷ്ടമായിരുന്ന ആദി സ്കൂൾ തലത്തിലുള്ള നാടക മത്സരങ്ങളിലും മികച്ച അഭിനേതാവായി തിളങ്ങിയിരുന്നു. കഴിഞ്ഞ തവണ നടന്ന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ ഇംഗ്ലീഷ്, മലയാളം പ്രസംഗ മത്സരങ്ങളിലും ഗ്രൂപ്പ് ഡാൻസ്, സംസ്കൃതം, പദ്യപാരായണം തുടങ്ങിയ നിരവധി ഇനങ്ങളിലും ഒന്നാമനായിരുന്നു. വാഹനമിടിച്ച് കുട്ടിയെ കൊലപ്പെടുത്തുകയെന്ന ക്രൂരകൃത്യം നടത്തിയ പ്രതി പ്രിയരഞ്ജന്റെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നേക്കുമായി റദ്ദാക്കണമെന്ന ശുപാർശയാണ് അന്വേഷണം നടത്തിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സമർപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലൈസൻസ് സ്ഥിരമായി റദ്ദാക്കാനുള്ള തീരുമാനം മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുകയായിരുന്നു. അപകട ദിവസം കാർ ഉപേക്ഷിച്ച് തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രിയരഞ്ജനെ 12 ദിവസത്തിന് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തു. 75 ദിവസത്തിനകം കോടതിയിൽ കുറ്റപത്രവും നൽകി. വിധി കേൾക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥരും കോടതിയിൽ എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.